എല്ലാവർക്കും IPM IAS അക്കാഡമിയുടെ KS ക്ലാസ്സസിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റഡി വിത്ത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്നും നിങ്ങളുടെ കൂടെ തന്നെ ഞാനിരുന്ന് വായിക്കുകയും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട്സ് എഴുതി എടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം 1-2 പ്രാവശ്യമൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സാധാരണ നമ്മൾ PPT ഷെയർ ചെയ്ത് നോട്ട്സ് പ്രസൻറ്റ് ചെയ്ത് തന്നെയാണ് എടുക്കാറുള്ളത് അല്ലേ. പക്ഷേ ഈ ഒരു ക്ലാസ് അങ്ങനെയല്ല. നമ്മൾ അല്ലാതെ തന്നെ ഞാൻ നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ നിന്നും നമ്മളുടെ ഗൈഡുകളിൽ നിന്നും ഒക്കെ നമ്മൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയും അത് നോട്ട്സായിട്ട് എഴുതുകയും ചെയ്യുക. കാരണം ഇതൊരു ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു നോട്ട്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് KS ക്ലാസ്സിനെ പറ്റി ഒന്ന് പറയാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും IPM IAS അക്കാഡമിയുടെ KS ക്ലാസ്സസ് കേരളത്തിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് KSന്റെ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു അക്കാഡമിയാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ ഒരു കോഴ്സിന്റെ ഫുൾ ഫീ എന്ന് പറയുന്നത് 3000 രൂപയാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയി തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. IPM IAS ആപ്പിലൂടെയാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത്. വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസിലൂടെയാണ് നിങ്ങൾ ഇതെല്ലാം പഠിക്കുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു കോഴ്സിലേക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ പ്രധാന ടോപ്പിക് എന്തെന്നാൽ നമ്മൾ ഈ മേജർ റിവോൾട്ടുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. കേരള സ്പെസിഫിക് ആയിട്ടുള്ള മേജർ റിവോൾട്ടുകളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേരള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കലാപങ്ങളെ പറ്റി, ഇപ്പോൾ ഈ കലാപങ്ങളൊക്കെ എന്തിനെങ്കിലും എതിരെ ആയിരിക്കുമല്ലോ നടക്കുന്നത്. കൂടുതലായും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥകൾക്കെതിരെയും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന റൂളേഴ്സിനെതിരെയൊക്കെ തന്നെ ആയിരിക്കും ഓരോ കലാപങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി റിവോൾട്ടിനെ പറ്റിയിട്ടാണ്. പഴശ്ശി റിവോൾട്ട്. അപ്പോൾ എല്ലാവരും എഴുതിക്കൊള്ളുക, പഴശ്ശി റിവോൾട്ട്. അപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പഴശ്ശിരാജ എന്ന് പറയുന്നൊരു വ്യക്തിയെ പറ്റി. മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു മൂവി തന്നെ ഉണ്ട്, പഴശ്ശിരാജ എന്ന് പറയുന്നൊരു മൂവി തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പഴശ്ശിരാജയുടെ സ്റ്റോറി വളരെ ജനകീയമാക്കിയ ഒരു മൂവിയും കൂടാണത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. ഹിസ്റ്ററിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിലൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പഴശ്ശിരാജ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പഴശ്ശിരാജയെ പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കലാപങ്ങളെ പറ്റിയും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പഴശ്ശിരാജ എവിടെ നിന്നുള്ള വ്യക്തിയാണ്, ഏത് റോയൽ ഫാമിലിയിൽ നിന്നുള്ള വ്യക്തിയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടയം റോയൽ ഫാമിലിയിൽ നിന്നാണ് പഴശ്ശിരാജ വരുന്നത്. കോട്ടയം റോയൽ ഫാമിലിയിൽ നിന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കലാപങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കൂടുതലും മലബാർ റീജിയൻസിലാണുള്ളത്. എസ്പെഷ്യലി വയനാട് കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു റിവോൾട്ടും പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കോട്ടയം റോയൽ ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം മലബാറാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, ഒരു മുഴുവൻ പേരെന്ന് പറയുന്നത് എന്താണ്? കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിവോൾട്ട് നടന്ന കാലഘട്ടത്തിലെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ ആദ്യത്തെ റിവോൾട്ടും അതേപോലെ രണ്ടാമത്തെ റിവോൾട്ടും, അങ്ങനെ 2 കാലഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തെ റിവോൾട്ട് നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് എഴുതിയെടുത്തോളുക 1793 മുതൽ 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടമാണ് ആദ്യത്തെ റിവോൾട്ട്. 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടമാണ് ആദ്യത്തെ റിവോൾട്ടിൻ്റെ കാലഘട്ടം. എന്നാൽ രണ്ടാമത്തെ റിവോൾട്ടിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1800 മുതൽ 1805 വരെയാണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാമത്തെ റിവോൾട്ടിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം എന്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിവോൾട്ടുകൾ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ബ്രിട്ടീഷുകാരുടെ റവന്യൂ പോളിസിക്കെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിവോൾട്ട്. ബ്രിട്ടീഷുകാരുടെ റവന്യൂ പോളിസിക്ക് എതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ ശ്രമിച്ച ഒരു കാര്യമാണ് വയനാടിനെ തൻ്റെ കൈപ്പിടിയിലാക്കാനായിട്ടൊരു ശ്രമം നടത്തിയായിരുന്നു. പക്ഷേ അത് വളരെ നഖശികാന്തം തന്നെ അദ്ദേഹം എതിർത്തു. അദ്ദേഹത്തിന് ഒരു കാരണവശാലും വയനാട് വിട്ടുകൊടുക്കാനൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട് തൻ്റെ സ്വന്തം നാടാണെന്നും അതുകൊണ്ട് തന്നെ അത് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിവോൾട്ടുകളൊക്കെ നടന്നിട്ടുള്ളത്.
പഴശ്ശിരാജ ഫോളോ ചെയ്തിട്ടുള്ള ഒരു റിവോൾട്ടിന്റെ ഒരു അല്ലെങ്കിൽ ഒരു വാറിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വാറുകളിലും യുദ്ധങ്ങളിലും ഒക്കെ ആളുകൾ ഫോളോ ചെയ്യുന്ന ചില ടാക്ടിക്സ് ഉണ്ട്. അങ്ങനെ അദ്ദേഹം ഫോളോ ചെയ്തൊരു ടാക്ടിക്കാണ് ഗറില്ല വാർഫെയർ എന്ന് പറയുന്നത്. ഗറില്ല വാർഫെയർ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഈ വിയറ്റ്നാം യുദ്ധത്തെ പറ്റിയൊക്കെ പഠിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗറില്ല വാർഫെയർ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇവരുടെ അറ്റാക്ക് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ പ്ലാൻഡ് ആയിട്ട് പോയിട്ട് അവരെ നേരിടാനായിട്ട് സാധിക്കത്തില്ല. പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്ത് തിരിച്ചു പോകുന്ന രീതികളൊക്കെ ആയിരിക്കും ഇവർ ചിലപ്പം അവലംബിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗറില്ല വാർഫെയറിനെ ഒന്ന് ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് വലിയൊരു ചലഞ്ച് ആയിരുന്നു. അപ്പോൾ ഒരു ചോദ്യം എന്ന് പറയുന്നത് പഴശ്ശിരാജയ്ക്ക് മാത്രം, അല്ലെ പഴശ്ശിരാജയും കൂടെയുള്ള ഒരു സൈന്യത്തിന് മാത്രം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ലെഫ്റ്റനൻസ്, അദ്ദേഹത്തിന്റെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലെഫ്റ്റനൻസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള, വളരെ ലോയൽ ആയിട്ടുള്ള, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ലെഫ്റ്റനൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ ഞാനൊന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. ഇത് കൃത്യമായിട്ട് കുറിച്ചു വെക്കുക. ഈ ട്രസ്റ്റഡ് ലെഫ്റ്റനൻസ് എന്ന് പറയുന്നത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, ഇടച്ചന്ന കുങ്കൻ നായർ, ഇടച്ചന്ന കുങ്കൻ നായർ, അതേപോലെ തന്നെ കുറിച്യ ലീഡറായിരുന്ന തലക്കൽ ചന്തു എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലെഫ്റ്റനൻസ്. ഒന്നുകൂടെ വായിക്കാം. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, ഇടച്ചന്ന കുങ്കൻ നായർ ആൻഡ് കുറിച്യ ലീഡറായിരുന്ന തലക്കൽ ചന്തു എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലെഫ്റ്റനൻസ് എന്ന് പറയുന്നത്. ഇനിയും ഇദ്ദേഹത്തെ കൂടുതലായും സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഇദ്ദേഹത്തെ കൂടുതലായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾ എവിടെ നിന്നൊക്കെയുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ്. കുറിച്യാസിൽ നിന്നും കുറുമ്പാസിൽ നിന്നുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറിച്യാസും കുറുമ്പാസ് എന്ന് പറയുമ്പോൾ വയനാട്ടിലെ ട്രൈബൽസ് ആണ്. അപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളാണ് കുറിച്യാസും കുറുമ്പാസും. അപ്പോൾ ഇവരുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഇദ്ദേഹത്തിന് വലിയൊരു സപ്പോർട്ടായിരുന്നു. അപ്പം ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനും ഒക്കെ വലിയൊരു സൈന്യത്തെ തന്നെ കൊണ്ടുവന്നത് കുറിച്യാസും കുറുമ്പാസുമാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നായേഴ്സ് ആണ്. അപ്പൊ നായേഴ്സിന്റെ സപ്പോർട്ടും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് കൂട്ടരാണ് ഏറ്റവും കൂടുതൽ പഴശ്ശിരാജയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു യുദ്ധത്തിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് കൂട്ടരാണ്. ആരൊക്കെയായിരുന്നു? കുറിച്യാസും കുറുമ്പാസും നായേഴ്സുമായിരുന്നു ഇവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും 1805 നവംബർ 30-ാം തീയതി, 1805 നവംബർ 30-ാം തീയതിയാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. 1805 നവംബർ 30-ാം തീയതിയാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. തോമസ് ഹാർവി ബാബർ എന്ന് പറയുന്ന സബ് കളക്ടർ, തെല്ലിച്ചേരിയുടെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി ബാബർ ആണ് അദ്ദേഹത്തെ കൊല്ലുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുന്നത്. ഓക്കെ, തോമസ് ഹാർവി ബാബർ സബ് കളക്ടർ ആയിരുന്നു, തെല്ലിശ്ശേരിയുടെ സബ് കളക്ടർ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഈ ഒരു ഉദ്യമത്തിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പഴശ്ശിരാജയെ വധിക്കുവാനായിട്ട് എത്തിയിരുന്ന വ്യക്തി. ഇനിയും പഴശ്ശിരാജ എവിടെയാണ് മരണപ്പെട്ടത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. മാവിലത്തോടിന് സമീപമാണ്. മാവിലത്തോടിൻ്റെ ബാങ്ക്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്. മാവിലത്തോടിൻ്റെ ബാങ്ക്സിലാണ്. ഇനിയും അദ്ദേഹത്തിനെ ഓർത്തു വെക്കാനായിട്ട് ഉള്ള ചില മോണുമെന്റ്സും അതേപോലെയുള്ള ചില മെമ്മോറിയൽസും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈസ്റ്റ് ഹിൽ, കോഴിക്കോടിലെ ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും പഴശ്ശി ഡാം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഇപ്പൊ പഴശ്ശി ഡാം ഏത് നദിക്ക് കുറുകെയാണുള്ളത്, അല്ലെ ഏത് നദിയിലാണ് പഴശ്ശി ഡാം കാണപ്പെടുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. വളപട്ടണം പുഴ. അപ്പൊ എവിടെയാണ് വളപട്ടണം പുഴ? നമ്മളുടെ ക്ലാസ്സിൽ നദികളെ പറ്റിയിട്ടുള്ള ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വളപട്ടണം പുഴ എന്ന് പറയുന്നത് കണ്ണൂരാണ്. അപ്പം വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിയുടെ ടൂംബ് അല്ലെങ്കിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. വയനാട്ടിലെ മാനന്തവാടിയിലാണ് പഴശ്ശിയുടെ ടൂംബ് ഉള്ളത്. ഇനി അദ്ദേഹത്തെ ആസ്പദമാക്കി, അദ്ദേഹത്തെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, കേരള സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. ആ ബുക്കിന്റെ പേര് കേരള സിംഹം എന്നാണ്. അതുകൊണ്ട് തന്നെ പഴശ്ശിരാജയെ അറിയപ്പെടുന്നത് കേരള സിംഹം എന്ന് തന്നെയാണ്. പഴശ്ശിരാജയുടെ മറ്റൊരു പേരും അല്ലെങ്കിൽ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നതും കേരള സിംഹം എന്ന് തന്നെയായിരുന്നു. ഇനി ഈ ഒരു ബുക്ക് ആരാണ് എഴുതിയെന്നുള്ളതാണ്. സർദാർ KM പണിക്കരാണ് ഈ ഒരു കേരള സിംഹം എന്ന് പറയുന്ന ഒരു വർക്കിന്റെ എഴുതിയിട്ടുള്ളത്.
ഇനിയും മലയാളം ഫിലിമുണ്ട്, കേരള സിംഹം എന്ന് പറയുന്നൊരു മലയാളം ഫിലിമുണ്ട്. അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നവോദയ അപ്പച്ചനാണ്. പിന്നെ വളരെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു മൂവിയായിരുന്നു പഴശ്ശിരാജ എന്ന് പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പഴശ്ശിരാജ എന്ന് പറയുന്ന മൂവി എന്ന് പറയുന്നത്. ഇനിയും KM പണിക്കർ തന്നെയാണ് പടയാളി എന്ന് പറയുന്ന ഒരു ബുക്കും എഴുതിയിട്ടുള്ളത്. അപ്പോൾ KM പണിക്കർ തന്നെയാണ് പടയാളി എന്ന് പറയുന്ന ഒരു ബുക്കും എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കൊരു നട്ട്ഷെല്ലിൽ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പഴശ്ശി റിവോൾട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പഴശ്ശിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. അദ്ദേഹം കോട്ടയം റോയൽ ഫാമിലിയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള കേന്ദ്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എന്നൊക്കെ പറയുന്നത് മലബാർ റീജിയനിലായിരുന്നു. എസ്പെഷ്യലി വയനാട്, കണ്ണൂർ പോലുള്ള റീജിയൻസിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലം. അദ്ദേഹം പോരാടിയിരുന്നത് ബ്രിട്ടീഷുകാരോടാണ്. ബ്രിട്ടീഷുകാരുടെ റവന്യൂ പോളിസിക്കെതിരെയാണ് അദ്ദേഹം പോരാടിയിരുന്നത്. വയനാടിനെ തൻ്റെ കൈപ്പിടിയിലേക്ക് ആക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെയാണ് അദ്ദേഹം പോരാടിയത്. അപ്പോൾ ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ള ആളുകളായിരുന്നു കുറുമ്പാസും കുറിച്യാസും നായേഴ്സും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ ലെഫ്റ്റനൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, ഇടച്ചന്ന കുങ്കൻ നായർ, കുറിച്യ ലീഡറായിട്ടുള്ള തലക്കൽ ചന്തു എന്നിങ്ങനെയുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലെഫ്റ്റനൻസ് എന്ന് പറയപ്പെടുന്നത്. അതേപോലെ അദ്ദേഹം മരിക്കുന്നത് 1805 നവംബർ 30 1805 നവംബർ 30 തോമസ് ഹാർവി ബാബർ എന്ന് പറയുന്ന സബ് കളക്ടർ, തെല്ലിശ്ശേരിയുടെ സബ് കളക്ടറാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. അതേപോലെ മാവിലത്തോടിന് സമീപം, മാവിലത്തോടിന്റെ ബാങ്ക്സിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഉള്ള ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം റിവറിലാണ്. കണ്ണൂരാണ് വളപട്ടണം റിവർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി എഴുതപ്പെട്ടുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കേരള സിംഹം എന്ന് പറയുന്നത്. ആ ബുക്ക് എഴുതിയിട്ടുള്ളത് KM പണിക്കരാണ്, സർദാർ KM പണിക്കരാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഴശ്ശിരാജയെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. കാരണം നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ പഴശ്ശിയുടെ റിവോൾട്ട് മാത്രമല്ല പറഞ്ഞത്, പഴശ്ശിരാജ എന്ന വ്യക്തിയെ പറ്റി അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളെ പറ്റിയൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ എല്ലാവരും ഈ നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് റിവോൾട്ട് ഓഫ് വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛൻ. അപ്പം വേലുത്തമ്പിയെ പറ്റിയും പാലിയത്തച്ഛനെ പറ്റിയിട്ടുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേലുത്തമ്പിയും പാലിയത്തച്ഛനും രണ്ടുപേരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള വ്യക്തികളായിരുന്നു. അപ്പോൾ വേലുത്തമ്പി എന്ന വാക്ക് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം കൂടെ ഒരു വാക്ക് അവിടെ മിസ്സാകുന്ന പോലെ തോന്നും. വേറൊന്നുമല്ല, ദളവ എന്ന വാക്കാണ്. വേലുത്തമ്പി ദളവ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. അപ്പോൾ വേലുത്തമ്പി ട്രാവൻകൂറിലെ ദളവയായിരുന്നു, മിനിസ്റ്റർ ആയിരുന്നു. അപ്പം ആദ്യം അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് മുളക് മടിശീല കാര്യക്കാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ. മുളക് മടിശീല കാര്യക്കാർ എന്ന പോസ്റ്റിലേക്കാണ് അദ്ദേഹം ആദ്യം അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് കൊമേഴ്ഷ്യൽ മിനിസ്റ്ററായിട്ട്. 1799 ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ഈ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ബാലരാമവർമ്മയാണ്. 1799 വേലുത്തമ്പിയെ മുളക് മടിശീല കാര്യക്കാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്തത്. 1800 അദ്ദേഹം ദളവയായിട്ട് മാറുകയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ഡിഫറൻസസ് ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പോരാടാൻ തീരുമാനിച്ചത്. അപ്പോൾ അതേ ഒരു മൈൻഡ് സെറ്റ് ഫോളോ ചെയ്തിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു പാലിയത്തച്ഛൻ എന്ന് പറയുന്നത്. പാലിയത്തച്ഛൻ കൊച്ചിൻ ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, കൊച്ചി രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് പാലിയത്തച്ഛൻ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കൈകോർത്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. 11 ജാനുവരി 1809 അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു വലിയ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിനെയാണ് കുണ്ടറ പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്നത്. കുണ്ടറ പ്രൊക്ലമേഷൻ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും ബ്രിട്ടീഷുകാരുടെ അട്രോസിറ്റീസിനെതിരെ പോരാടാനും ആളുകളെ വെൽക്കം ചെയ്തുകൊണ്ട്, ആളുകളെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വെൽക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു പ്രൊക്ലമേഷനാണ് കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസം ഒന്ന് ഓർത്ത് വെച്ചോളുക, 11 ജാനുവരി 1809. മലയാള മാസത്തിലേക്ക് പോവുകയാണെങ്കിൽ 1 തീയതി, മകരമാസം 1 തീയതി 984 വർഷം. 984 വർഷം മകരമാസം 1 തീയതിയാണ് ഈ ഒരു കുണ്ടറ പ്രൊക്ലമേഷൻ നടക്കുന്നത്. പിന്നെ ഈ പ്രൊട്ടസ്റ്റും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പോരാട്ടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സമയം എത്തിയപ്പോഴേക്കും മനസ്സിലായി ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അദ്ദേഹം കീഴടങ്ങണം എന്നൊരു സമയം എത്തിയപ്പോഴാണ് അദ്ദേഹം സൂസൈഡ് ചെയ്യുന്നത്. മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള മണ്ണടി എന്ന്
പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം സൂസൈഡ് ചെയ്യുന്നത്. ഇനിയും അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിനെ മാൽദീവ്സിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു സിറ്റുവേഷനാണ് പാലിയത്തച്ഛനും ഉണ്ടായിട്ടുള്ളത്. അപ്പം അദ്ദേഹം ദിവാൻ ഓഫ് കൊച്ചിൻ രാജയായിരുന്നു. അപ്പം കൊച്ചിൻ രാജയുടെ ദിവാനായിരുന്നു പാലിയത്തച്ഛൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോരാട്ടങ്ങളൊക്കെ കാരണം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും അതേപോലെ തന്നെ അദ്ദേഹത്തെയും കുടുംബത്തെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആളുകളെയൊക്കെ എവിടേക്ക് ഡീപ്പോർട്ട് ചെയ്തു, മദ്രാസിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്തിട്ട് ഡീപ്പോർട്ട് ചെയ്തത് മദ്രാസിലേക്കാണ്. അതിനുശേഷം കൊച്ചിയെ തങ്ങളുടെ അധീനതയിലേക്ക് വരുത്തുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. 1809 കൊച്ചിയെ ഒരു സബ്സിഡിയറി സ്റ്റേറ്റ് ആക്കി മാറ്റുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ രണ്ട് പേരെ പറ്റി ഓർത്തു വെച്ചുകൊള്ളുക, വേലുത്തമ്പി ദളവയും അതേപോലെ തന്നെ പാലിയത്തച്ഛനും. പാലിയത്തച്ഛൻ ദിവാൻ ഓഫ് കൊച്ചിൻ ആയിരുന്നു, അതേപോലെ തന്നെ വേലുത്തമ്പി ദളവ ഓഫ് ട്രാവൻകൂർ ആയിരുന്നു. അപ്പോൾ വേലുത്തമ്പി ദളവ മരിച്ച സ്ഥലം അല്ലെങ്കിൽ സൂസൈഡ് ചെയ്ത സ്ഥലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം സൂസൈഡ് ചെയ്യുന്നത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുണ്ടറ പ്രൊക്ലമേഷൻ ആണ്. 11th ജാനുവരി 1809 കുണ്ടറ പ്രൊക്ലമേഷൻ നടക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കുറിച്യ റിവോൾട്ടിനെ പറ്റിയിട്ടാണ്. കുറിച്യ റിവോൾട്ടിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ കുറിച്യാസ് എന്ന പേര് നേരത്തെ തന്നെ കേട്ടിരുന്നു. എവിടെയായിരുന്നു കേട്ടിരുന്നത്? പഴശ്ശിരാജയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ട്രസ്റ്റഡ് ലെഫ്റ്റനൻസിൽ പെടുന്ന ആളുകൾ കുറിച്യ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറിച്യാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കുറിച്യാസ് ആൻഡ് കുറുമ്പാസ് എന്ന് പറയുന്നത് വയനാട്ടിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇവിടെ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് റവന്യൂ കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം അവർ രണ്ട് രീതിയിൽ റവന്യൂ കളക്ട് ചെയ്യുമായിരുന്നു. ഇൻ ക്യാഷ് ആൻഡ് ഇൻ കൈൻഡ് എന്ന് പറയും. അപ്പോൾ സാധനങ്ങളായിട്ടും ഒക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ റവന്യൂ പേ ചെയ്യാം, അതേപോലെ തന്നെ ക്യാഷ് ആയിട്ടും പേ ചെയ്യാം. പക്ഷെ അവരൊരു നിയമം കൊണ്ടുവന്നു, ക്യാഷ് ആയിട്ട് തന്നെ റവന്യൂ തരണം എന്നുള്ള നിയമം. ഇതിനെതിരെയാണ് ഈ പറഞ്ഞതുപോലെ കുറിച്യാസും കുറുമ്പാസും ഒക്കെ റിവോൾട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ റിവോൾട്ടിന്റെ ഭാഗമായിട്ട് മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും ഒക്കെ ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കുറിച്യാസ്. അതേപോലെ തന്നെ ഈ ഒരു വലിയ ഒരു റിവോൾട്ടിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. കാരണം നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള വെപ്പൺസ് എന്ന് പറയുന്നത് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവരെ അടിച്ചമർത്തുകയും അങ്ങനെ കുറിച്യ റിവോൾട്ട് എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നടന്ന ഒരു അവസാനത്തെ പോരാട്ടമായിരുന്നു. അതിനുശേഷം ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളൊരു അവസാന പോരാട്ടം തന്നെയായിരുന്നു കുറിച്യ റിവോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കുറിച്യ റിവോൾട്ടിനെ പറ്റി ഓർത്തു വെച്ചോളുക. കുറിച്യാസ് ആൻഡ് കുറുമ്പാസ് വയനാട്ടിലുള്ള ആളുകളാണ് കുറിച്യാസ് ആൻഡ് കുറുമ്പാസ് എന്ന് പറയുന്നത്. 1812 എന്ന് പറയുന്ന ഡേറ്റ് ആണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. 1812 എന്ന് പറയുന്ന ഡേറ്റ് ആണ് ഈ കുറിച്യ റിവോൾട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ചാന്നാർ റിവോൾട്ടിനെ പറ്റിയിട്ടാണ്. ചാന്നാർ റിവോൾട്ട്. അപ്പോൾ ചാന്നാർ സ്ത്രീകൾ നടത്തിയിട്ടുള്ള ഒരു റിവോൾട്ടായിരുന്നു ചാന്നാർ റിവോൾട്ട് എന്ന് പറയുന്നത്. അത് അവരുടെ അപ്പർ ബോഡി മറയ്ക്കുവാനായിട്ടുള്ള ഒരു റിവോൾട്ടാണ്. ചാന്നാർ സ്ത്രീകൾ നടത്തിയിട്ടുള്ള റിവോൾട്ടാണ് ചാന്നാർ റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തെ ഒരു നേതാവായിരുന്ന അല്ലെങ്കിൽ ലീഡറായിരുന്ന കേണൽ മൺട്രോ ഒരു ഓർഡർ കൊണ്ടുവരുന്നുണ്ട്. ചാന്നാർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയിട്ടുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാം എന്നുള്ളൊരു ഓർഡർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ചാന്നാർ സ്ത്രീകൾ എതിർക്കുകയും അതേപോലെ തന്നെ അതിനെതിരെ അവർ മാറുമറച്ചുകൊണ്ട് പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇത് അപ്പർ കാസ്റ്റിൽ പെടുന്ന ആളുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവരിവരെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടൊരു കലാപ അന്തരീക്ഷം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ചാന്നാർ റിവോൾട്ട് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് ഒരു റോയൽ പ്രൊക്ലമേഷൻ വരുന്നത്. ഒരു റോയൽ പ്രൊക്ലമേഷൻ, അതായത് ജൂലൈ 26, 1859 ജൂലൈ 26, 1859 ഈ ഒരു റോയൽ പ്രൊക്ലമേഷൻ വരുന്നത്. വേറൊന്നുമല്ല, അബോളിഷിംഗ് ഓൾ റെസ്ട്രിക്ഷൻസ് ഇൻ ദ മാറ്റർ ഓഫ് കവറിംഗ് ദി അപ്പർ പാർട്ട് ബൈ ചാന്നാർ വുമൺ. അപ്പം എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അവർക്ക് അവരുടെ മാറുമറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അന്ന് വരെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രൊക്ലമേഷൻ ആയിരുന്നു, റോയൽ പ്രൊക്ലമേഷൻ ആയിരുന്നു 1859 ജൂലൈ മാസം 26 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ചാന്നാർ റിവോൾട്ട്. അപ്പോൾ ചാന്നാർ കലാപം എന്ന് പറയുന്നത് ചാന്നാർ സ്ത്രീകളുടെ മാറുമറയ്ക്കാനുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാപമാണ്. അടുത്തത് വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്ന സത്യാഗ്രഹത്തെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൈക്കം സത്യാഗ്രഹ 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വൈക്കം ടെമ്പിളിന് ചുറ്റുമുള്ള
റോഡ് അൺടച്ചബിൾസ് ആയിട്ടുള്ള, ആ കാലഘട്ടത്തിൽ ഡിപ്രസ്ഡ് ആയിട്ട് കരുതിയിട്ടുള്ള അല്ലെ അൺടച്ചബിൾസ് ആയിട്ട് കരുതിയിട്ടുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു വിപ്ലവം അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ റോഡെന്ന് പറയുന്നത് നമ്മളുടെ അമ്പലത്തിന് ചുറ്റും വരുന്നതാണ്. ആ റോഡ് പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അപ്പം അത് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു ഈ ഒരു സത്യാഗ്രഹത്തിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത് TK മാധവൻ, പേര് നോട്ട് ചെയ്ത് വെച്ചോളുക, TK മാധവൻ, K കേളപ്പൻ ആൻഡ് KP കേശവമേനോൻ. TK മാധവൻ, K കേളപ്പൻ ആൻഡ് KP കേശവമേനോൻ എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്. TK മാധവൻ, K കേളപ്പൻ ആൻഡ് KP കേശവമേനോൻ. അപ്പം ഈ ഒരു ഉദ്യമത്തിനെ അല്ലെ ഈ ഒരു സത്യാഗ്രഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സവർണ ജാഥ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവും നടത്തുകയുണ്ടായി. ഇത് നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് നമുക്കറിയാം NSSന്റെ ഒക്കെ ഒരു വലിയ ലീഡറായിരുന്നു. ഒരു നായർ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. അപ്പം അദ്ദേഹം സവർണ ജാഥ എന്ന് പറഞ്ഞ ജാഥ തന്നെ നടത്തുകയുണ്ടായി. ഇത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് ആ ജാഥ നടത്തിയത്, വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. അപ്പോൾ എന്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്? ഈ പറഞ്ഞിട്ടുള്ള വൈക്കം സത്യാഗ്രഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സവർണ ജാഥ നടന്നിട്ടുള്ളത്. ഈ ജാഥ എൻഡ് ചെയ്തത് 23 നവംബർ 1925 അതായത് 1925 നവംബർ 23-ന് 1925 നവംബർ 23-നാണ് ഈ ഒരു ജാഥ അവസാനിച്ചത്. ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി രണ്ടാമത്തെ പ്രാവശ്യം കേരളം വിസിറ്റ് ചെയ്യുന്നത്. കേരളം അദ്ദേഹം രണ്ടാമതായിട്ട് വിസിറ്റ് ചെയ്യുന്നത് ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ള സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി വിസിറ്റ് ചെയ്യുന്നത്. അപ്പം വൈക്കം സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റാണ് നമ്മളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടെമ്പിളിന് ചുറ്റുമുള്ള റോഡ് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. പക്ഷെ അതുപോലും ഉപയോഗിക്കാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. വൈക്കം സത്യാഗ്രഹം ഏകദേശം 20 മാസത്തോളം നീണ്ടു നിന്നു. 20 മാസത്തോളം നീണ്ടു നിന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 1.25 വർഷത്തോളം നീണ്ടു നിന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിന് വന്നിട്ടുള്ള ഒരു ഔട്ട്കം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോഡിൻ്റെ അല്ല ടെമ്പിളിൻ്റെ 3 വശത്തുള്ള റോഡ് അൺടച്ചബിൾസിന് ഉപയോഗിക്കാം. അൺടച്ചബിൾസ് എന്ന് പറയുന്നത് അന്നത്തെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ്. അപ്പം തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സോഷ്യൽ അട്രോസിറ്റീസ് നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ 3 ഭാഗത്തുള്ള റോഡുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ഭാഗത്തെ റോഡ് ഇവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല, അത് സവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഡറാണ് ഇതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയിട്ട് ഒരു കൃത്യമായ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറ്റിയിട്ടാണ്. അപ്പം വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞിട്ടാണ് അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും അമ്പലത്തിൽ പ്രവേശിക്കാൻ സാധിക്കണം. അപ്പോൾ അന്നത്തെ ഒരു സോഷ്യൽ സിസ്റ്റം വെച്ചിട്ട് ഈ ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ ജാതിയിൽ താഴെ വരുന്ന ആളുകൾക്ക് അമ്പലങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് പോരാടിയ ഒരു സമരമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ടെമ്പിൾ എൻട്രി ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു. ഇത് തുടങ്ങിയത് നവംബർ 1, 1931-നാണ്. നവംബർ 1, 1931-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങുന്നത്. സെപ്റ്റംബർ 25-നാണ് ടെമ്പിൾ എൻട്രി ഡേ ആയിട്ട് കണക്കാക്കുന്നത്. മലബാറിലെ ടെമ്പിൾ എൻട്രി ഡേ ആയിട്ട് കണക്കാക്കുന്നത് സെപ്റ്റംബർ 25-നാണ്. ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് K കേളപ്പനും AK ഗോപാലനുമായിരുന്നു. ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ്? K കേളപ്പനും AK ഗോപാലനും. K കേളപ്പൻ എന്ന പേര് നമ്മൾ നേരത്തെയും കേട്ടു, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിനും അദ്ദേഹത്തിന് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റോള് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഉയർന്ന ജാതിയിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾ, ഇത് ഇഷ്ടപ്പെടാത്ത ആളുകൾ, ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആളുകൾ AK ഗോപാലനെയൊക്കെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. തൽഫലമായിട്ട് ആളുകൾ ഫോഴ്സ്ഫുൾ ആയിട്ട് എൻട്രി നടത്തുകയാണ് ഉണ്ടായത്. അതായത് ഗുരുവായൂർ ടെമ്പിളിലേക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് ആളുകൾ എൻ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം മാസങ്ങളോളം ഗുരുവായൂർ അമ്പലത്തിലെ പൂജ തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കെ കേളപ്പൻ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടൊരു ഫാസ്റ്റ്, അതൊരു നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോവുകയുണ്ടായി. സെപ്റ്റംബർ 21, 1932 അദ്ദേഹം ഒരു ഇൻഡെഫിനിറ്റ് ഫാസ്റ്റിലേക്ക് പോകുന്നത്. പക്ഷേ മഹാത്മാഗാന്ധിയുടെ അഡ്വൈസ് പ്രകാരം അദ്ദേഹം ആ ഒരു ഫാസ്റ്റ് നിർത്തുകയാണ് ചെയ്തത്. ഒക്ടോബർ 2, 1932 അദ്ദേഹം ആ ഒരു നിരാഹാര സത്യാഗ്രഹം നിർത്തി. അപ്പോൾ തുടങ്ങിയത് സെപ്റ്റംബർ 21, 1932 നിർത്തിയത് ഒക്ടോബർ 2, 1932. പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് വലിയൊരു വിജയമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ നൽകിയ, ഒരുപാട് ആളുകൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ റിഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയൊരു മോട്ടിവേഷൻ തന്നെ നൽകിയ ഒരു സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പം അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ പശ്ചാത്തലത്തെ മാറ്റി എഴുതുവാനായിട്ട് ആളുകൾക്ക് ഒരു ഊർജം നൽകിയ ഒരു സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെ പറ്റിയിട്ടാണ്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. അപ്പം ആ സമയത്തെ ട്രാവൻകൂറിലെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ ഒരു ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തുന്നത്. നവംബർ 12, 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തുന്നത്. നവംബർ 12, 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തുന്നത്. ആരാണ് നടത്തിയിരുന്നത്? ആ സമയത്തെ ട്രാവൻകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് നടത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി ഈ ഒരു ഉദ്യമത്തിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിനെ പറ്റി പറഞ്ഞത് എ മിറക്കിൾ ഇൻ മോഡേൺ ടൈംസ് എന്നാണ്. എ മിറക്കിൾ ഇൻ മോഡേൺ ടൈംസ് എന്നാണ് മഹാത്മാഗാന്ധി ഈ ഒരു കാര്യത്തിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ എ സ്മൃതി വിച്ച് ഈസ് ദി പീപ്പിൾ സ്റ്റാർട്ടർ ഓഫ് സ്പിരിച്വൽ ഇമാൻസിപ്പേഷൻ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഓക്കെ, അപ്പം അന്ന് ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരുപാട് ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടുനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്യങ്ങൾ കൊണ്ടും അതിനെ ഇത്രത്തോളം മഹാത്മാഗാന്ധി ആയാലും അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ഓർത്തു വെച്ചോളുക, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടന്ന വർഷം 1936 നവംബർ 12 ആരായിരുന്നു ചെയ്തിട്ടുള്ളത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ഈ ഒരു ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ പുറപ്പെടുവിച്ചത്.